നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഭഗവതി, ഇന്നും വസുപതി വേണ്ടല്ലോ. അല്ല, ശ്രീദേവി എവിടെ? ശ്രീദേവിയാ ഇവർക്കൊപ്പം വരാനിരുന്നത്. അവക്ക് നല്ല സുഖമില്ല. തിരുമേനി, ഇന്ന് സഞ്ജുമോന്റെ പിറന്നാളാണോ? ഒരു ഉമാമഹേശ്വര പൂജ കൂടി നടത്തുന്നത് നന്നായിരിക്കും. ഭാര്യ ഭർത്താക്കന്മാർ ദീർഘകാലം സന്തോഷത്തോടെ ജീവിക്കാൻ ഭഗവാൻ പരമേശ്വരന്റെ മുന്നിൽ നടത്തുന്ന പൂജയാ. കല്യാണം കഴിഞ്ഞ് ഉമാമഹേശ്വര പൂജ നടത്തിയിട്ടുണ്ടോ? ഇല്ല തിരുമേനി. ഇന്നൊരു നല്ല ദിവസം കൂടിയല്ലേ? പൂജയാവാൻ തിരുമേനി. ഭർത്താവിന്റെയും ഭാര്യയുടെയും പേരും നാളും പറഞ്ഞോളൂ. അതെ, അത് മറ്റൊരു ദിവസം വന്ന് നടത്തിയ പോരെ? ഇന്ന് പിറന്നാളല്ലേ, ഇന്ന് തന്നെ ചെയ്യുന്നതാവും ഉത്തമം. സഞ്ജുവിന്റെ നാളെ എനിക്കറിയാം. ഇപ്പൊ പൂജ കഴിഞ്ഞതല്ലേ ഉള്ളൂ. ഭാര്യയുടെ പേരും നാളും പറഞ്ഞോളൂ. ഭാര്യയുടെ പേര് ലക്ഷ്മി, നക്ഷത്രം കാർത്തിക. ശരി. പൂജ കഴിച്ചു വരാം. നല്ല പോലെ പ്രാർത്ഥിച്ചോളൂ. എന്റെ ദൈവമേ, അവളിതെങ്ങനെ സഹിക്കും? ഭഗവാന്റെ മുന്നിലാ പൂജ. ഭഗവതി, സ്വാതി, സ്വാതി, നീ ഇങ്ങനെ പിണങ്ങി പോവാതെ. അമ്മ ഒരു പൊട്ടത്തരം പറഞ്ഞു എന്ന് വെച്ച് നിനക്കതങ്ങ് ക്ഷമിച്ചൂടെ? ഞാൻ ക്ഷമിക്കാനോ? സഞ്ജുവിന് ദൈവത്തിലെ വിശ്വാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊരു കോമഡിയായി തോന്നും. എനിക്കങ്ങനെയല്ല. ഞാൻ ഈശ്വര വിശ്വാസിയാ. വെറുതെ നേരം പോകാൻ വേണ്ടി ക്ഷേത്രത്തിൽ വന്ന ആളല്ല ഞാൻ. സഞ്ജുവിന് ആ പൂജ എന്താണെന്ന് അറിയില്ല. ഉമാമഹേശ്വര പൂജ ഭാര്യ ഭർത്താക്കന്മാരെ അർദ്ധനാരീശ്വരനായി ഒന്നിച്ചു വെക്കാനുള്ളതാ ആ പൂജ. തിരുമേനി, സഞ്ജുവിന്റെ അവളുടെ നാള് വെച്ച പൂജ ചെയ്യുന്ന. സഞ്ജുവാണ് ഭർത്താവെന്ന് ബോധമില്ലാതെ വെറുതെ പറഞ്ഞു നടക്കുന്നവള് ഭഗവാന്റെ മുന്നിൽ ഭാര്യയായി. എനിക്കിതൊന്നും സഹിക്കാൻ കഴിയുന്നില്ല സഞ്ജു. സ്വാതി, സത്യം ഭഗവാൻ അറിയില്ലേ? നിനക്ക് അങ്ങനെ സമാധാനിച്ചൂടെ? ഞാനിപ്പോ എന്ത് ചെയ്യാനാ? ഞാൻ സഞ്ജുവിനെ കുറ്റപ്പെടുത്തുന്നതല്ല. സഞ്ജു തെറ്റായി ഒന്നും ചെയ്തിട്ടില്ല. അവളെ കൊണ്ടു നടന്നതും അർഹിക്കാത്ത സ്ഥാനം കൊടുത്തതും എല്ലാം ഞാനല്ലേ. ക്ഷേത്രത്തിൽ അവൾക്കൊപ്പം വന്നത് എന്റെ തെറ്റ. സഞ്ജു കൂടി ഉണ്ടെന്നറിഞ്ഞ അവളെ കൂടുതൽ
സ്വാതന്ത്ര്യം കാണിക്കണ്ടെന്ന് കരുതിയ കാറും എടുത്ത് ഞാൻ പിന്നാലെ വന്നത്. ഞാൻ നിന്നെയും കൂടെ വരാൻ വിളിച്ചതല്ലേ? എന്തിന്? സഞ്ജുവിന്റെ കൂടെ മുൻ സീറ്റിൽ അവൾ ഇരിക്കുന്നത് കണ്ട് ഞാൻ പിന്നാലെ ഇരിക്കാനോ? ഏയ്, വിഷമിക്കാതെ. നീ ആഗ്രഹിക്കുന്നൊക്കെ നിനക്ക് തിരിച്ചു കിട്ടും. നമ്മുടെ ജീവിതം നമ്മളല്ലാതെ വേറെ ആര് ജീവിക്കാനാ? പോട്ടെ, എല്ലാം നന്നായി വരും. നീ വിശ്വസിക്കുന്ന ദൈവത്തിന് എല്ലാ കാര്യങ്ങളും അറിയില്ലേ? ആ പൂജ ദൈവം തള്ളിക്കളയോന്ന് കരുതിയ പോരെ? പിന്നെ ബർത്ത്ഡേക്ക് സഞ്ജുവിന് ഞാൻ ഡ്രസ് എടുത്തു തരും. സഞ്ജു ആ ഡ്രസ്സ് ധരിച്ചു വേണം ബർത്ത്ഡേ ഫംഗ്ഷനിലോട്ട് വരാൻ. അതിനെന്താ, എനിക്ക് കിട്ടുന്ന ഗിഫ്റ്റ് അല്ലേ അത്? നീ എടുത്തു തരുന്ന ഡ്രസ്സ് തന്നെയാവും ഇന്ന് ഞാൻ ധരിക്കാൻ പോകുന്നത്. ആ പിന്നെ മുത്തശ്ശി അമ്മൂനെയും വീട്ടിൽ വിട്ടിട്ട് നമുക്ക് ഷോപ്പിങ്ങിന് പോവാം. വേണ്ട, ഞാൻ ഈ വഴിക്ക് പോയിക്കോളാം. ഞാൻ എടുക്കുന്ന ഡ്രസ്സ് എന്റെ മാത്രം ഇഷ്ടത്തിലുള്ളതാവണം. സന്തോഷം, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എങ്കിലേ എന്റെ കൂടെ അർദ്ധപ്രദക്ഷിണത്തിലെങ്കിലും വാ. ആ വാ. സഞ്ജു അമ്പലത്തിൽ കയറിയിട്ട് തൊഴുതില്ലല്ലോ. ഇവിടെ നിന്നൊന്ന് തൊഴുതേക്ക് സഞ്ജു. ശരി, തൊഴുതേക്കാം. സഞ്ജു, കുറച്ച് ദൈവവിശ്വാസമൊക്കെ ആവാം. ഓക്കെ, ആയിക്കോട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.